സന്യസിച്ച ശേഷവും ക്ലാരയെ അഭിമുഖീകരിക്കുവാൻ ഫ്രാൻസിസിന് ഏറെ പണിപ്പെടേണ്ടി വന്നു. അവളുടെ മുഖത്ത് നോക്കാൻ അദ്ദേഹത്തിനാവുന്നില്ല. ക്ലാര കന്യാസ്ത്രീയായി വ്രതമെടുത്തതിന് ശേഷം പോലും ഏറെ കഴിഞ്ഞാണ് തൻ്റെ തന്നെ വഴി സ്വീകരിച്ച മറ്റൊരു മനുഷ്യനോടെന്ന പോലെ പവിത്രമായ സ്നേഹത്തോടെ അവളോട് സംവദിക്കാൻ ഫ്രാൻസിസിന് കഴിയുന്നത്. അത്രമേൽ തീവ്രമാണ് ആ ബന്ധം. അവളെ നോക്കിയാൽ കണ്ണുകൾ പൊള്ളിപ്പോവുമെന്ന പോലെ. അവൾക്ക് നഗ്നപാതയായി നടക്കുവാനും കുഷ്ഠരോഗികളെ കുളിപ്പിക്കുവാനും സൗന്ദര്യമുപേക്ഷിച്ച് കൂനിയെന്നും ഞൊണ്ടിക്കിഴവിയെന്നുമുള്ള ആളുകളുടെ പരിഹാസം കേൾക്കുവാനും കഴിയുമോ എന്ന് ചോദിച്ചുറപ്പിച്ചതിന് ശേഷമേ ഫ്രാൻസിസ് അവളെ ശിഷ്യയായി സ്വീകരിക്കുന്നുള്ളൂ. സ്ത്രീകളെക്കുറിച്ചുള്ള ഫ്രാൻസിസിൻ്റെ ഭയങ്ങളെയും മുൻവിധികളെയും അവൾക്ക് വാദം കൊണ്ടും തെളിവ് കൊണ്ടും തോൽപ്പിക്കേണ്ടി വരുന്നു. ഒരർത്ഥത്തിൽ ഫ്രാൻസിസ് ആ സമയം മുഴുവൻ തന്നോട് തന്നെ പൊരുതുകയായിരുന്നു. മുരണ്ടും അലറിയും കരഞ്ഞും ക്ലാരയുടെ ദേഹമാസകലം ചാരം വാരിപ്പൂശിയുമാണ് അദ്ദേഹത്തിന് അവളെ സിസ്റ്റർ ക്ലാര എന്ന് വിളിച്ച് തങ്ങളുടെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ കഴിയുന്നത്.